ശത്രു അല്ലെങ്കിൽ പിശാച് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പാപ സ്വഭാവത്തിലൂടെയാണ്. ലോകം, ജഡം, പാപം, സാത്താൻ ഇത് ദൈവജനത്തോട് പോരാടുന്ന ഒരു ശത്രുവാണ്. മനുഷ്യനെ ആരംഭം മുതൽ നശിപ്പിച്ചു കളയേണ്ടതിനായിട്ട് പോരാടുന്ന ഒരു ശക്തിയാണ് പാപം. അത് വലിയൊരു വഞ്ചനയാണ്. അത് തുടക്കത്തിൽ തിരിച്ചറിയുവാൻ കഴിയില്ല. എപ്പോഴാണ് മനുഷ്യൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്? സാധാരണഗതിയിൽ നോക്കുമ്പോൾ അതിന്റെ പരിണിത ഫലമായ മരണം മനുഷ്യനിൽ സംഭവിക്കുകയും അവൻ നിത്യമായ ന്യായവിധിയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. എന്നാൽ ഈ ജീവിത കാലയളവിനുള്ളിൽ ഞാൻ ഇന്ന് അനുകരിച്ചു പോരുന്ന അല്ലെങ്കിൽ പ്രമാണിച്ചു പോരുന്ന വഴികൾ നാശത്തിലേക്കുള്ളതാണെന്നോ ഇത് നിമിഷ നേരത്തേക്ക് മാത്രമുള്ളതെന്നോ എന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് നിത്യനരകത്തിൽ എന്നെ തള്ളിയിടുന്നതാണെന്നോ ചിന്തിക്കുവാൻ ഒരു മനുഷ്യൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവവിളി ഒരു വ്യക്തിക്ക് ലഭിച്ചു. എങ്ങനെയുള്ള വിളി? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഇത് ആൽവിനോ എനിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ സ്വതവേ ചെന്ന് എടുക്കാവുന്ന ഒന്നല്ല. ദൈവത്തിന് സ്തോത്രം. കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റേതെങ്കിലും കഴിവുകൾ കൊണ്ടോ പണം കൊണ്ടോ നേടാവുന്ന ഒരു സ്ഥാനമല്ല സിയോൻ എന്ന് പറയുന്നത്. അതിനൊരു ദൈവ വിളി ആവശ്യമാണ്. ആ ദൈവ വിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ ചില കാര്യങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. എല്ലാം ഞാനിവിടെ വിവരിക്കുന്നില്ല. കുലീനന്മാര്, ജ്ഞാനികള്, ലോകത്തിലെ ശ്രേഷ്ഠന്മാര്, ബുദ്ധിമാന്മാര്, ബലവാന്മാര്, ഇവരെയൊക്കെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഈ ഭോഷത്വമായ മാർഗം എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്കിതൊരു ഭോഷത്വമായി, ഒരു ബുദ്ധികേടായി തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റില്ല. ഇപ്പോൾ ആൽവിൻ നല്ല അല്ലെങ്കിൽ തേച്ച നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ കഥയെല്ലാം മാറി ഇരുമ്പല്ലൂരിൽ ട്രെയിനിങ് സെന്ററിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആൽവിനെ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരികയില്ല.